ബന്ദിപ്പോറയിലെ ഏറ്റുമുട്ടലിൽ ലഷ്കർ-ഇ-തൊയ്ബ കമാൻഡറെ വധിച്ചു. അൽതാഫ് ലല്ലി എന്നയാളെയാണ് സുരക്ഷാ സേന വധിച്ചത്. ആദിൽ പാലോട് നമുക്കൊപ്പം. ആദിൽ പാലോട്, എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? ബന്ദിപ്പോരയിൽ ഇന്നലെ മുതൽ തന്നെ വലിയ ഏറ്റുമുട്ടൽ സുരക്ഷാ സേനയും ഭീകരവാദികളും തമ്മിലുണ്ട് എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ വന്ന വാർത്ത 2 സുരക്ഷാ ജീവനക്കാർക്ക്, സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു എന്നുള്ളതായിരുന്നെങ്കിൽ കൂടുതൽ ശക്തമായൊരു പ്രതികാരം ഇന്ത്യൻ സേനയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. അൽതാഫ് ലല്ലി എന്ന പേരുള്ള ലഷ്കർ-ഇ-തൊയ്ബയുടെ കമാൻഡറെ വധിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ വരുന്നത്. ബന്ദിപ്പോര മേഖലയിൽ സൈന്യം കൂടുതൽ പരിശോധനകൾ നടത്തുന്നുണ്ടായിരുന്നു. ബന്ദിപ്പോര മേഖല കേന്ദ്രീകരിച്ച് ഭീകരരുണ്ട് എന്ന് ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന വിവരമുണ്ടായിരുന്നു. അങ്ങനെയുള്ള പരിശോധന ഇന്നലെ മുതൽ തന്നെ തുടങ്ങിയതാണ്. അതിന്റെ ഭാഗമായി 2 സൈനികർക്ക് പരിക്കേറ്റു എന്ന വിവരം രാവിലെ വന്നു. ഇപ്പോൾ വരുന്ന വിവരമനുസരിച്ച് അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് അൽതാഫ് ലല്ലി എന്ന ലഷ്കർ-ഇ-തൊയ്ബ കമാൻഡറെ ഇന്ത്യൻ സേന വധിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. സുജിയ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ത്യ ആ വിധത്തിൽ തന്നെ ഇന്ത്യക്കുള്ളിലുള്ള ഭീകരരെ കണ്ടെത്തുകയും വധിക്കുമെന്നും നരേന്ദ്രമോദി പറഞ്ഞിരുന്നു. ഇന്ത്യൻ സൈന്യം അതിലേക്ക് തന്നെ എത്തുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഈ റിപ്പോർട്ടുകൾ ചൂണ്ടുന്നത്. സുജയ, അതിൽ ലഷ്കർ-ഇ-തൊയ്ബ കമാൻഡർ ഈ ഓപ്പറേഷൻസിനൊക്കെ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരാളെ പിടികൂടുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമല്ല. ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണോ? ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണ്. വലിയ സുരക്ഷാ വിന്യാസം, സേനയുടെ വിന്യാസം ബന്ദിപ്പോര മേഖലയിൽ ഉണ്ടായിരുന്നു. മാത്രമല്ല, ബന്ദിപ്പോര മേഖലയിൽ മാത്രമല്ല, വിവിധ മേഖലകളിൽ സൈന്യം സംശയിക്കുന്ന ഭീകരരുണ്ട് എന്ന് സംശയിക്കുന്ന മേഖലകളിൽ, കാടുകളിലൊക്കെ തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുന്നു. അതിന്റെ ഭാഗമായാണ് ബന്ദിപ്പോര മേഖലയിൽ ഭീകരർ ഒളിച്ചിരുന്ന് 2 സൈനികരെ ഇന്ന് രാവിലെ സൈനികർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. പിന്നെയും തിരച്ചിൽ തുടരുകയായിരുന്നു. അങ്ങനെയാണ് ഒരു വളരെ പ്രധാനപ്പെട്ട, സുജിയ പറയുന്നത് പോലെ ചെറിയൊരു ഭീകരൻ അല്ല, ലഷ്കർ-ഇ-തൊയ്ബയുടെ കമാൻഡർ അൽതാഫ് ലല്ലി എന്ന് പറയുന്ന ആളെ വധിച്ചു എന്ന റിപ്പോർട്ട് സൈന്യം തന്നെ പുറത്തുവിടുന്നത് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ആ രൂപത്തിലുള്ള തിരിച്ചടി ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു. ഒപ്പം ഒരു യുദ്ധസമാനമായ സാഹചര്യമാണ് ഇന്ത്യ പാക് അതിർത്തിയിൽ എന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ അങ്ങനെയാണ്. പാക് സൈന്യം പ്രകോപിപ്പിക്കുന്ന രൂപത്തിലുള്ള ഇടപെടലുകളാണ് അതിർത്തിയിൽ കൈകാര്യം ചെയ്യുന്നത് എന്ന വിമർശനമാണ് ഇന്ത്യക്കുള്ളത് എന്ന് നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ആ വിധത്തിൽ അതിർത്തി മേഖലകളിൽ വെടിനിർത്തൽ കരാർ നിലനിൽക്കെ തന്നെ വെടിവെക്കുന്ന സാഹചര്യമുണ്ട്. അതിർത്തിയിലേക്ക് വെടിവെക്കുന്ന സാഹചര്യമുണ്ട്. ഇന്ത്യ തിരിച്ചടിക്കുന്നുണ്ട്. അങ്ങനെ ഒരു യുദ്ധസമാനമായ സാഹചര്യം ഇന്ത്യ പാക് അതിർത്തിയിലുണ്ട്. അതിനിടെയാണ് ബന്ദിപ്പോരയിൽ ഭീകരരുമായി ഇന്ത്യൻ സേന ഏറ്റുമുട്ടൽ നടത്തുന്നത്. അവിടെ ലഷ്കർ-ഇ-തൊയ്ബ കമാൻഡറെ വധിച്ചു ഇന്ത്യൻ സൈന്യം എന്ന വാർത്ത കൂടി പുറത്തുവരുന്നത്. സുജയ, എവിടെയൊക്കെയാണ് ഇപ്പോൾ പ്രധാനമായും കോമ്പിംഗ് ഓപ്പറേഷൻസ് ഒരേ സമയം സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്നത്? ആദിൽ, പ്രധാനപ്പെട്ട അതിർത്തി മേഖലകളിലെല്ലാം പരിശോധന നടക്കുന്നുണ്ട്. ഭീകരരുടെ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന്, പാകിസ്ഥാൻ മേഖലയിൽ നിന്ന് അതിർത്തിയിലേക്ക് പ്രധാന ഈ രാജ്യാന്തര അതിർത്തി, അന്താരാഷ്ട്ര അതിർത്തിയിൽ തന്നെ വെടിവയ്പ്പുകൾ ഉണ്ടാകുന്നുണ്ട്. ഇന്ത്യ തിരിച്ചടിക്കുന്നുണ്ട്. പല ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ടുകൾ ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. നമ്മൾ ഒരുപക്ഷെ പറയുന്നതിലപ്പുറം, കേൾക്കുന്നതിലപ്പുറമുള്ള ഒരു സേനാ വിന്യാസം കശ്മീരിൽ ഉണ്ടായിട്ടുണ്ട്. ആ രൂപത്തിലുള്ള തിരിച്ചടികൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഒരു ചിത്രമാണ് ഈ രൂപത്തിൽ പുറത്തുവരുന്നത്. ലഷ്കർ-ഇ-തൊയ്ബ കമാൻഡറെ വധിച്ചു, ഇന്ത്യൻ സേന വധിച്ചു എന്നുള്ള റിപ്പോർട്ട്. ഇന്നിപ്പോൾ കരസേനാ മേധാവി ശ്രീനഗറിലേക്ക് ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. അതിൽ അറിയാവുന്നതുപോലെ തന്നെ കരസേനാ മേധാവി അവിടേക്ക് എത്തുകയാണ്. ഇനിയുള്ള ഓപ്പറേഷൻസിന് നേരിട്ട് അദ്ദേഹം തന്നെ നേതൃത്വം വഹിക്കുന്ന രീതിയിലായിരിക്കുമോ കാര്യങ്ങൾ മുന്നോട്ട് പോവുക? പഹൽഗാമിനുള്ള മറുപടി, അത് 2 ഭീകരരുടെ ഒളിത്താവളങ്ങൾ കത്തിക്കുന്നതിലൂടെ നേരത്തെ നമ്മൾ കണ്ടു. ഇപ്പോൾ ലഷ്കർ-ഇ-തൊയ്ബ കമാൻഡറെ വധിച്ചു എന്നുള്ള വിവരങ്ങൾ വരുന്നു. അവിടെയുള്ള പ്രാദേശിക സഹായം കിട്ടിയിട്ടുള്ളത് ആർക്കൊക്കെയാണ് എന്നതടക്കം പരിശോധിക്കുന്നു. ഇനി അങ്ങോട്ട് നടപടികളുടെ ഒരു തുടർച്ചയായിരിക്കില്ലേ കാണുക? അതിൽ ഉറപ്പായും കടുത്ത നടപടികളിലേക്ക് ഇന്ത്യ പോകുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ആ വിധത്തിലുള്ളതായിരുന്നു ആഭ്യന്തരമന്ത്രിയുടെയും പ്രതിരോധ മന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും പ്രതികരണങ്ങൾ. കരസേനാ മേധാവി ജമ്മു കശ്മീരിൽ എത്തിയിരിക്കുന്നു. കശ്മീരിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിരിക്കുന്നു. 2021 വെടിനിർത്തൽ കരാറിൽ നിന്ന് ഇന്ത്യ പിൻവാങ്ങിയേക്കും എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ സ്ഥിതി സങ്കീർണമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. സുജിയ, ഇന്ത്യയുടെ വാദം പലപ്പോഴും പാകിസ്ഥാൻ
പാകിസ്ഥാൻ ഈ കരാർ ലംഘിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും പാകിസ്ഥാൻ മേഖലയിൽ നിന്ന് വെടിനിർത്തൽ കരാർ നിലനിൽക്കെ തന്നെ അത് ലംഘിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു കരാർ ആവശ്യമുണ്ടോ എന്ന തരത്തിലാണ് ഇന്ത്യൻ ആഭ്യന്തര മന്ത്രാലയത്തിലടക്കം ചർച്ചകൾ പുരോഗമിക്കുന്നതെന്ന് കരസേനാ മേധാവി കശ്മീർ സന്ദർശിക്കുന്നതിനിടെ ഇക്കാര്യത്തിൽ കൃത്യമായൊരു വിലയിരുത്തൽ ഉണ്ടാകും. ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഇന്നുണ്ടാകുമോ എന്ന കാര്യത്തിലും ഉപേന്ദ്ര ദ്വിവേദി ശ്രീനഗറിൽ എത്തിയിരിക്കുകയാണ്. ആർമി ചീഫുമായിട്ട് ഫസ്റ്റ് ബ്രീഫിംഗ് ഇപ്പോൾ നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. അതിൽ തുടരാം. ആവശ്യത്തിൽ ഈ ജമ്മു കാശ്മീരിലേക്ക് കരസേനാ മേധാവി എത്തുന്നു. മാത്രമല്ല ആഭ്യന്തരമന്ത്രി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ദില്ലിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു യോഗം കൂടി നടക്കുന്നുണ്ട്. കേന്ദ്ര മന്ത്രിമാർ പങ്കെടുക്കുന്നുണ്ട്. ആഭ്യന്തര വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ, സുരക്ഷാ വിദഗ്ധർ അടക്കം പങ്കെടുക്കുന്ന ഒരു യോഗം ദില്ലിയിലും നടക്കാനുണ്ട്. സുപ്രധാനമായ തീരുമാനങ്ങൾ ദില്ലിയിൽ നിന്ന് വരുമോ എന്ന കാര്യം, ഒപ്പം കൃത്യമായ നടപടികൾ, സേനാവിന്യാസം, സുരക്ഷാ സൈന്യത്തിന്റെ നടപടികൾ എന്തൊക്കെ എന്ന കാര്യം, എവിടെയൊക്കെ ഏതൊക്കെ ഭീകരവാദികളെ കൊല്ലാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന വിവരങ്ങൾ തുടർച്ചയായി നമുക്ക് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഈ ബന്ദിപ്പോരയിൽ കാണുന്ന ലഷ്കർ-ഇ-തൊയ്ബ കമാൻഡർ അൽതാഫ് ലല്ലിയെ വധിച്ചതടക്കം ഓൺഗോയിങ് ഓപ്പറേഷൻസ് എന്നതാണ് ഇപ്പോൾ സൈന്യം വ്യക്തമാക്കുന്നത്. അപ്പോൾ ഒരിടത്ത് മാത്രമല്ല പലയിടങ്ങളിലായി ഇപ്പോൾ എൻകൗണ്ടേഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ അതിൽ? ഉറപ്പായും അങ്ങനെ തന്നെയാണ്. അതിർത്തി മേഖല കേന്ദ്രീകരിച്ച് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്ന് ആളുകളെ, പാകിസ്ഥാൻ അതിർത്തി ഗ്രാമങ്ങളിൽ നിന്നുള്ള ആളുകളെ അവിടെ നിന്ന് ഒഴിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പാകിസ്ഥാൻ സ്വാഭാവികമായും ഇത്രയും വലിയൊരു ഭീകരാക്രമണമാണ് പഹൽഗാമിൽ നടന്നത് എന്നത് വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് അവർ ഭയക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ് അതിർത്തി മേഖലയിലെ ഗ്രാമങ്ങളിൽ നിന്ന് പാകിസ്ഥാൻ പൌരന്മാരോട് ഒഴിഞ്ഞുപോകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ വ്യോമസേന കൂടുതൽ ശാക്തീകരിക്കുന്നതിനുള്ള നടപടികൾ വരുന്നുണ്ട്. അങ്ങനെയുള്ള റിപ്പോർട്ടുകളാണ് പാകിസ്ഥാനിൽ നിന്ന് വരുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ വിധത്തിൽ ഈ തർക്കവും വെടിവയ്പും ഈ രൂപത്തിലുള്ള ഏറ്റുമുട്ടലും ഏത് രൂപത്തിലേക്ക് കടക്കുമെന്ന കാര്യത്തിൽ വലിയ സങ്കീർണതയും ആശങ്കയും നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. തിരിച്ചടിക്കുക തന്നെ ചെയ്യും എന്ന നിലയിൽ ഇന്ത്യൻ സൈന്യം മുന്നോട്ട് പോവുകയാണ്. അതിന്റെ ഒരു അടയാളമായി വേണം ഇപ്പോൾ ലഷ്കർ-ഇ-തൊയ്ബ കമാൻഡറെ, ചെറിയൊരു ഭീകരനല്ല, ലഷ്കർ-ഇ-തൊയ്ബ കമാൻഡർ അൽതാഫ് ലല്ലിയെ വധിച്ചു എന്ന വാർത്ത സൈന്യം പുറത്തുവിടുന്നത്. സുജയ, അതിൽ പാലോട് വെടിനിർത്തൽ കരാർ അത് ഇനി എത്ര മണിക്കൂർ കൂടി ഉണ്ടാകും? അതിൽ നിന്ന് പിന്മാറുന്ന ഒരു നടപടിയിലേക്ക് ഇന്ത്യ കടക്കുമോ എന്നതടക്കം ഉറ്റുനോക്കുകയാണ് നമ്മൾ. ഇപ്പോൾ ജമ്മു കശ്മീരിലെ ബന്ദിപ്പോരയിൽ ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുന്നു എന്നുള്ളതാണ് ആ പ്രദേശത്ത് നിന്ന് വരുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ. സുരക്ഷാ സേനയും ഭീകരരുമായുള്ള നേർക്കുനേർ ഏറ്റുമുട്ടൽ ബന്ദിപ്പോരയിൽ നടക്കുകയാണ്. അത് ഒരു ഹൈഡൌട്ടാണ് എന്നത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അവിടേക്ക് കയറിച്ചെന്ന് ആക്രമിക്കുകയാണ് നമ്മുടെ സൈന്യം. ഉറപ്പായും അങ്ങനെ തന്നെയാണ്. ഒളിയിടങ്ങൾ കണ്ടെത്തി ആക്രമിച്ചു കടക്കുക എന്നുള്ളത് തന്നെയാണ്. ആദ്യഘട്ടത്തിൽ തന്നെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഇന്ത്യൻ ഭരണകൂടവും സർക്കാർ തന്നെ, കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയതാണ്, ആരൊക്കെ ഇതിനുള്ളിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ അവരെയൊക്കെ കണ്ടെത്തുകയും അവരുടെ താവളങ്ങൾ അടിച്ചു നശിപ്പിക്കുകയും ചെയ്തല്ലാതെ ഇതിനൊരു വിരാമം ഉണ്ടാകില്ല എന്നതായിരുന്നു കഴിഞ്ഞ ദിവസം ബീഹാറിൽ പ്രധാനമന്ത്രി തന്നെ പ്രഖ്യാപിച്ചത്. അത് ഇന്ത്യക്കാർക്ക് നൽകുന്ന ഒരു സന്ദേശമോ അല്ലെങ്കിൽ ഒരു അറിയിപ്പോ മാത്രമല്ല, അത് ഇംഗ്ലീഷിൽ കൂടി പ്രധാനമന്ത്രി പറഞ്ഞു എന്നതും വ്യക്തമാണ്. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇത് ചർച്ചയാകണം. ഇന്ത്യ കൃത്യമായി തിരിച്ചടി നൽകുമെന്ന പ്രഖ്യാപനം നടത്തുന്നു പ്രധാനമന്ത്രി. അതിനു പിന്നാലെ ലഷ്കർ കമാൻഡറെ വധിക്കുന്നു. അതിനൊപ്പം വളരെ പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ നമ്മൾ പറയുന്നത് പോലെ അവിടത്തെ പ്രാദേശികമായി തന്നെ പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് ഭീകരവാദികളോട്, ഭീകരാക്രമണം നടത്തുന്ന ലഷ്കർ-ഇ-തൊയ്ബ ഏജന്റുമാരോടൊക്കെ അതികഠിനമായ വിരോധമാണുള്ളത്. അതാണ് ഇന്ന് രാവിലെ റിപ്പോർട്ടുകൾ കശ്മീരിൽ നിന്ന് പുറത്തുവന്നത്. അനന്ത്നാഗ് അടക്കമുള്ള രണ്ടിടങ്ങളിൽ അവിടുത്തെ ഭീകരർ ഈ ഓപ്പറേഷനിൽ പങ്കെടുത്തുവെന്ന് കരുതുന്ന കശ്മീരികളായ 2 ഭീകരരുടെ വീടുകൾ തകർക്കുന്നു. അതിന് പ്രാദേശികമായി തന്നെ സഹായം കിട്ടുന്നു. പ്രാദേശിക ഭരണകൂടമാണ് അത് ചെയ്യുന്നത്, സുരക്ഷാ സേനയുടെ സഹായത്തോടെ എന്ന രീതി വരുന്നു. ആ രൂപത്തിൽ എല്ലാവിധത്തിലും ഇതിനെ തിരിച്ചടിക്കുന്ന സാഹചര്യത്തിലേക്ക്, നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുകയാണ്, സൈന്യം കടക്കുകയാണ്. ജില്ലാ അതോടൊപ്പം പ്രാദേശിക ഭരണകൂടം കശ്മീരിൽ അതിന് പിന്തുണ നൽകുകയാണെന്ന് കൂടി മനസ്സിലാക്കണം. അതികഠിനമായ നടപടികളിലേക്ക് കടന്നിരിക്കുന്നു. ഇപ്പോൾ ഒരു ലഷ്കർ-ഇ-തൊയ്ബ കമാൻഡറെ വധിച്ചിരിക്കുന്നു. നോക്കൂ അതിൽ പാലോട്, ബന്ദിപ്പോരയിൽ കൃത്യമായി സ്പോട്ട് ഔട്ട് ചെയ്തുകൊണ്ടുള്ള ഏറ്റുമുട്ടലാണ്. കാരണം കഴിഞ്ഞ 3 ദിവസങ്ങളായി മൂന്നാമത്തെ ഏറ്റുമുട്ടലാണിത് സൈന്യവും ഭീകരരും തമ്മിൽ നടക്കുന്നത്. പഹൽഗാമിന് ശേഷമുള്ള ഏറ്റവും വലിയ ഒരു ക്രൂഷ്യലായിട്ടുള്ള ഒരു എൻകൗണ്ടറിലേക്ക് ബന്ദിപ്പോര കടക്കുന്നു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ?
ഇതിനൊപ്പം തന്നെ ഈ കേന്ദ്ര സർക്കാരാകട്ടെ ഒരു നേരിട്ടുള്ള അടി എന്നുള്ള മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയെ പിന്തുണയ്ക്കുന്ന നേതാക്കന്മാരുടെ എണ്ണവും കൂടുകയാണ്. US പ്രസിഡന്റ് വിളിച്ചു പറയുന്നുണ്ട്. ഒപ്പം ഇപ്പോൾ വരുന്ന വാർത്തയനുസരിച്ച് ഫ്രഞ്ച് പ്രസിഡന്റിന്റെ സന്ദേശം കേന്ദ്ര സർക്കാരിനും നരേന്ദ്രമോദിക്കും എത്തുന്നുണ്ട്. ആ വിധത്തിൽ ആഗോളതലത്തിൽ കൂടി ഇന്ത്യക്ക് വലിയ സ്വാധീനം ഇക്കാര്യത്തിൽ ലഭിക്കുന്നു എന്നുള്ളതാണ്, പിന്തുണ ഇക്കാര്യത്തിൽ ലഭിക്കുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന്, ഇത് വലിയൊരു സങ്കീർണമായ പ്രശ്നത്തിലേക്ക്, യുദ്ധ സാഹചര്യത്തിലേക്ക് പോകുമോ എന്ന് ഐക്യരാഷ്ട്രസഭയ്ക്കടക്കം ആശങ്കയുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കമോ സംശയമോ വേണ്ട. കാരണം ഇന്ന് രാവിലെ വന്ന വാർത്തയനുസരിച്ച് അന്റോണിയോ ഗുട്ടറസ് UN ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ നൽകുന്ന പ്രസ്താവന, രണ്ട് രാജ്യങ്ങളും സംയമനത്തോടെ ഇക്കാര്യത്തെ കൈകാര്യം ചെയ്യണം, പ്രശ്നം വഷളാക്കരുത് എന്നുള്ളതാണ്. പ്രശ്നം വഷളായ അതിൽ പാലോട് ഇപ്പോൾ കിട്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം ചിനാർ കോർപ്സിൽ നിന്നാണ്. ചിനാർ കോർപ്സ് നൽകുന്ന ഇൻപുട്ട് അനുസരിച്ച് ഇന്ത്യൻ സൈന്യവും ജമ്മു കശ്മീർ പോലീസും ചേർന്നുള്ള സംയുക്ത ഓപ്പറേഷൻ ഇപ്പോൾ കോൽനാർ എന്ന ബന്ദിപ്പോരയിലെ പ്രദേശത്ത് കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. കോൽനാറിൽ അവിടെ കൃത്യമായി ഈ ഭീകരരെ സ്പോട്ട് ഔട്ട് ചെയ്തിരിക്കുന്നു. അതിനുശേഷമാണ് അവിടെ ഈ ആക്രമണത്തിലേക്ക് പോയിരിക്കുന്നത്. ലഷ്കർ കമാൻഡറെ വധിച്ച ഇടം അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റായി മാറുകയാണ്. ഉറപ്പായും ഇത് ഒരു പോയിന്റ് അല്ല സുജയ. ബന്ദിപ്പോരയിൽ പല പല പോയിന്റുകളിൽ ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ട്. അതിർത്തിയിലാകമാനം ഇത് ഒരു പ്രശ്നം അവസാനിപ്പിക്കുന്ന തരത്തിലേക്കല്ല കാര്യങ്ങൾ പോകുന്നത്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും വെടിവയ്പുണ്ടാവുകയാണ് അതിർത്തി മേഖലയിൽ ഇന്ത്യയിലേക്ക് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ വെടിവയ്പുണ്ടാകുന്നെങ്കിൽ പ്രത്യാക്രമണം ഉറപ്പായും ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ വലിയൊരു ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ പോകും. ഇതിന് പുറമെയാണ് സാധാരണഗതിയിൽ നടക്കുന്ന ഏറ്റുമുട്ടൽ, വെടിവയ്പ് എന്നതിന് പുറമെയാണ് ഭീകരവാദികൾ എവിടെയൊക്കെയാണ് ഒളിച്ചിരിക്കുന്നത് ആ കേന്ദ്രങ്ങൾ, താവളങ്ങൾ അടിച്ചു തകർക്കുക എന്ന നിലയിലേക്ക് സൈന്യം പോകുന്നത്. അതിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. കനത്ത തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുകയാണ്. ബന്ദിപ്പോരയിൽ ലഷ്കർ കമാൻഡറെ വധിച്ചിരിക്കുന്നു. അവിടെ കൂടുതൽ ഭീകരരുണ്ട് എന്ന കൃത്യമായ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ, ഇന്റലിജൻസ് ഇൻപുട്ടിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഏറ്റുമുട്ടൽ തുടരുകയാണ്. ഏറ്റവും പുതിയ വിവരങ്ങളിലേക്ക് നമുക്ക്